one-word substitution. This type of questions form an integral part in all entrance exams and competitive exams. ഇത് പഠിക്കാൻ പ്രത്യേകിച്ച് ഷോർട്ട് കട്ട്സ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A statement open to more than one interpretation. ഒന്നിൽ കൂടുതൽ വ്യാഖ്യാനം അല്ലെങ്കിൽ അർത്ഥമുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സെന്റൻസ് അല്ലെങ്കിൽ വാക്യങ്ങൾ, ഇവയെ നമ്മൾ എന്താണ് പറയുക? ആംബിഗ്വസ്. ഒന്നിൽ കൂടുതൽ വ്യാഖ്യാനം അല്ലെങ്കിൽ അർത്ഥം ഉള്ള സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ആംബിഗ്വസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. One who does not believe in God. ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ നാം എന്താണ് പറയുന്നത്? ഏത്തിയസ്റ്റ്. ഏത്തിയസ്റ്റ് എന്നാണ് ദൈവത്തെ വിശ്വസിക്കാത്തവരെ പറയുന്നത്. Life of a person written by himself. ഒരാളുടെ ജീവിതകഥ താൻ തന്നെ എഴുതുന്നതിനെ എന്താണ് വിളിക്കുന്നത്? ഓട്ടോബയോഗ്രഫി. Life of a person written by himself. History of a person written by another. ഒരാളുടെ ജീവചരിത്രം മറ്റൊരാൾ എഴുതുന്നതിനെ ബയോഗ്രഫി എന്ന് പറയും. പക്ഷെ ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതിനെ നാം എന്ത് പറയും? ഓട്ടോബയോഗ്രഫി. History of a person written by another, biography. General pardon of offenders. കുറ്റക്കാർക്ക് ഒഫീഷ്യലി മാപ്പ് കൊടുക്കുന്നതിന് പറയുന്ന വൺ വേർഡ് amnesty. General pardon of offenders, amnesty. An assembly of listeners. ശ്രദ്ധിക്കുന്നവരുടെ ഒരു കൂട്ടത്തെ audience. An assembly of listeners, audience. One who is unable to pay debts. കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ കഴിയാത്തവരെ എന്ത് പറയും? ഇൻസോൾവെന്റ് ഓർ ബാങ്ക്രപ്റ്റ്. പാപ്പരായവരെന്ന് പറയും. One who is unable to pay debts, insolvent or bankrupt. Dead body of an animal, carcass. Dead body of an animal, carcass. Dead body of a human being, you will be able to guess the word corpse. Dead body of a human being, corpse. List of books or articles. ആർട്ടിക്കിൾസിന്റെയോ ബുക്സിന്റെയോ ഒരു ലിസ്റ്റിന് വൺ വേർഡ് എന്താണ്? കാറ്റലോഗ്. ലിസ്റ്റ് ഓഫ് ബുക്സ് ഓർ ആർട്ടിക്കിൾസ്, കാറ്റലോഗ്. Next is loss of memory. ഓർമ്മ ഇല്ലാതാവുന്ന, amnesia. കറക്റ്റ്. നിങ്ങൾ ഗസ് ചെയ്തത് കറക്റ്റ് ആണ്. amnesia. Absence of law and order. ലോയും ഓർഡറും ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയെ എന്ത് പറയും? anarchy. Absence of law and order, anarchy. One can use both hands. രണ്ട് കൈകളും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതിനെ എന്ത് പറയും? ambidextrous. ambidextrous. Allowance paid to wife on legal separation. ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള വൈഫിന് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വൈഫിന് കൊടുക്കുന്ന അമൗണ്ട്, അലവൻസ്, അതിനെ എന്ത് പറയും?
alumni, alumni. One who attacks first. ആദ്യം തന്നെ അറ്റാക്ക് ചെയ്യുന്നവരെ, അത് കൺട്രി ആയാലും പേഴ്സൺ ആയാലും എന്ത് പറയും? aggressor. One who attacks first, aggressor. One who does things for pleasure and not for money. പൈസയ്ക്ക് വേണ്ടിയല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, പക്ഷെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ചെയ്യുന്നവരെ എന്ത് പറയും? amateur. One who does things for pleasure and not for money. amateur. Loss of speech. സംസാരശേഷി നഷ്ടപ്പെടുന്നതിനെ എന്ത് പറയും? അഫേസിയ. അഫേസിയ. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ത് പറയും? അഫേസിയ. inability to read. വാക്കുകൾ ഉപയോഗിക്കാനും മനസ്സിലാക്കാനും കഴിവില്ലാത്ത അവസ്ഥ, അതിനെ നാം എന്ത് പറയുന്നു? അലക്സിയ. നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ വേർഡ് ബ്ലൈൻഡ്നെസ് ആ ഒരു സിറ്റുവേഷന് പറയുന്നതാണ് അലക്സിയ. വാക്കുകൾ ഉപയോഗിക്കാനും മനസ്സിലാക്കാനും കഴിവില്ലാത്ത ഒരവസ്ഥ. ഗവൺമെന്റ് by one man. Will you be able to guess the word for this? Autocracy. Autocracy. Government by one man. To move objectionable matter from text. എതിർപ്പുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒറ്റ വാക്ക് എന്താണ്? expunge. Expunge. To move objectionable matter from text. A book containing information on all subjects. A book containing information on all subjects. You will be able to guess the word easily. Encyclopedia. Encyclopedia. One who is all powerful. Omnipotent. One who is all powerful. Omnipotent. One who knows everything. Omniscient. One who knows everything. Omniscient. One who is all powerful. Omnipotent. A decision from which one cannot go back. മാറ്റാനാവാത്ത തീരുമാനങ്ങളെ നാം എന്ത് വിളിക്കും? irrevocable. Irrevocable. A decision from which one cannot go back. മാറ്റാനാവാത്ത തീരുമാനങ്ങൾ. Irrevocable. That which is sure to happen. ഉറപ്പായുള്ളത്. Inevitable. ഒഴിച്ചുകൂടാത്ത കാര്യങ്ങളെ നാം എന്ത് പറയും? അല്ലെങ്കിൽ അനിവാര്യമായ കാര്യങ്ങളെ inevitable. That which is sure to happen. Inevitable. Thank you.